നമസ്കാരം. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ഏറ്റവും വലിയ രീതിയിൽ സന്തോഷിക്കുന്ന കുറേയധികം BJP-യുടെ മുതിർന്ന കാര്യകർത്താക്കളുണ്ട്. ആദ്യകാലം BJP-യെ തൃശൂരിൽ പ്രവർത്തന രംഗത്തേക്ക് വലിയ രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് പ്രവർത്തിച്ച മുന്നത്തെ BJP-യുടെ തന്നെ സംസ്ഥാന അധ്യക്ഷനായി പ്രവർത്തിച്ച KV ശ്രീധരൻ മാസ്റ്റർ നമ്മോടൊപ്പം ഈ ഒരു സമയത്ത് ചേരുകയാണ്. മാസ്റ്റർ നമസ്കാരം. സുരേഷ് ഗോപിയുടെ വിജയം തൃശ്ശൂര് നിശ്ചയിച്ച് തീർച്ചയായിരുന്നു. അതിൽ ഞങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ തവണ സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ സാധിച്ചില്ല എന്നത് പല കാരണങ്ങളെ കൊണ്ടുമാണ്. ഈ പ്രാവശ്യം തൃശ്ശൂരിലുള്ള എല്ലാ ആളുകളും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും BJP-ക്ക് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ സന്തോഷവും അഭിമാനവും ഉണ്ട്. കാരണം ഇതുവരെ നമുക്ക് ചെയ്യാത്ത വിഭാഗങ്ങൾ അവർ പോലും നമുക്ക് വോട്ട് ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടി ദേശീയ പാർട്ടിയാണ്. അത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പാർട്ടിയാണെന്ന് തൃശ്ശൂരിലുള്ളവർ മനസ്സിലാക്കി എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടുത്തെ വിജയം. സുരേഷ് ഗോപി വിജയിച്ചപ്പോൾ തൃശ്ശൂരിലുള്ളവർ മാത്രമല്ല, കേരളം മുഴുവൻ സന്തോഷത്തിലാണ്. ഈ സന്തോഷം ഇവിടെ മാത്രമല്ല, തിരുവനന്തപുരത്തും നമ്മൾ ജയിക്കേണ്ടതായിരുന്നു. എന്തോ ചെറിയ വ്യത്യാസത്തിനാണ് തോറ്റത്. അതുപോലെ തന്നെ മന്ത്രി മുരളി നടത്തും ജയിക്കേണ്ടതായിരുന്നു. അവിടെയും കുറച്ച് ഒരു ചെറിയ വ്യത്യാസത്തിനാണ് തോറ്റത്. അപ്പോൾ അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പില്, അസംബ്ലി തെരഞ്ഞെടുപ്പില് തൃശ്ശൂരിലെ 5 നിയോജക മണ്ഡലത്തിലെങ്കിലും MLA-മാരുണ്ടാവുമെന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് 3-4 MLA-മാരുണ്ടാവും. കേരളം മുഴുവൻ നോക്കുമ്പോൾ ഒരു വലിയ വിഭാഗം BJP MLA-മാര് ജയിച്ച് കേരള അസംബ്ലിയിലേക്ക് പോകും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല. കേരളത്തിൻ്റെ ചരിത്രം തന്നെ മാറാൻ പോവാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി ഈ 2 മുന്നണികളും ഇവിടെ ജനങ്ങളെ ചൂഷണം ചെയ്യുക, വർഗീയം പറഞ്ഞ് ജനങ്ങളെ ചൂഷണം ചെയ്യായിരുന്നുവെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ തവണ തൃശ്ശൂർ ജയിച്ചത്. തൃശ്ശൂരിലെ ഈ വിജയം ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ വളരെ സന്തോഷം ഉണ്ടാക്കിയാണ്. മാഷ് ഏത് കാലഘട്ടം മുതൽക്കാണ് സംഘപരിവാറിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്? എത്ര വർഷമായി? 1963 ഞാൻ സംഘത്തിൻ്റെ കാര്യകർത്താവായിരുന്നു. വാടാനപ്പള്ളി ഗുരുവായൂർ ഏരിയയുടെ ചുമതലക്കാരനായിരുന്നു. എന്നെ സംഘമാണ് ജനസംഘത്തിലേക്ക് പറഞ്ഞയച്ച് തൃശ്ശൂർ ജില്ലയുടെ ചുമതല ഏൽപ്പിച്ചത്. തൃശ്ശൂർ ജില്ലയുടെ ചുമതല ഏൽപ്പിക്കുമ്പോൾ ഇവിടെ ജനസംഘത്തിനാകെ 3 കമ്മിറ്റികൾ, പറയാവുന്ന കമ്മിറ്റികൾ. എല്ലായിടത്തും സംഘസേവകരിലടുത്ത് 1-2 ആളുകളുണ്ടായിരുന്നു. അത് മാറ്റി 3 കൊല്ലം കൊണ്ട് തൃശ്ശൂർ ജില്ലയിലുള്ള എല്ലാ നിയോജകമണ്ഡലം കമ്മിറ്റി ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചു. സംഘസേവകരുടെയും മറ്റെല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് അത് സാധിച്ചത്. ഈ ഒരു സമയത്ത് കേരളത്തിൽ BJP-യുടെ പ്രവർത്തനത്തിന് തന്നെ വലിയ തരത്തിൽ മുന്നേറിയ, അല്ലെങ്കിൽ വലിയ ഒരു സമയം കണ്ടെത്തി സംഘടനയുടെ വളർച്ചയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത KV ശ്രീധരൻ മാസ്റ്ററാണ് നമ്മോടൊപ്പം ചേർന്നത്. BJP-യുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. മാരാർജി അടക്കമുള്ള ആദ്യകാല പ്രവർത്തകരോടൊപ്പം തന്നെ, അല്ലെങ്കിൽ നേതാക്കന്മാരോടൊപ്പം തന്നെ സഹകരിച്ച് പ്രവർത്തിക്കാൻ സാധിച്ച ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഇവരുടെ എല്ലാം സന്തോഷമാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സന്തോഷം തന്നെയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഈ തൃശ്ശൂരിൽ വിജയിച്ചതും, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നൊരു MP താമര ചിഹ്നത്തിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടതും. തൃശ്ശൂരിൽ നിന്നും വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.